ഹായ് ഗൈസ്, ഈ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ നമ്മളെ കാത്തൊരു എട്ടിന്റെ പണിയിരിപ്പുണ്ടെന്ന്. രാവിലെ തന്നെ വാമിക്കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ചെറിയ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വേറൊന്നല്ല, വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാശിയുടെയും കേശുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ലുലുവിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് സാധനങ്ങളും വാങ്ങിക്കാം, അതുപോലെ തന്നെ കാശിയുടെയും കേശുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാം. ഗൈസ്, നല്ല എട്ടിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാറാണ് കേട്ടോ പണി വന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏട്ടൻ ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം എപ്പോഴും ബൈക്ക് എടുത്തിട്ടാണ് പുറത്ത് വന്നത്. അങ്ങനെ കാറിനെ മൊത്തത്തിൽ ഇങ്ങനെ സൈഡാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കാറ് പിണങ്ങിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പ്ലാനിങ് ഒക്കെ ഏകദേശം പൊളിഞ്ഞു ഗൈസ്. നമുക്ക് ഇനി ഇപ്പം ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. നമുക്കിനിയിപ്പോൾ ഒരു ഊബർ എങ്ങാനും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാം. എന്തായാലും ഈ ഒരു ഈവനിങ് ഒക്കെ ആവും വണ്ടി ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ശരിയാക്കി കിട്ടിയിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മൾ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഊബറൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വാമിക്കുട്ടിയും വന്നു. പിന്നെ വാമിക്കുട്ടിയും കൂടെ ഒന്ന് ഫ്രഷൊക്കെ ആക്കിയിട്ട് നമ്മളിതാ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും പ്ലാൻ മാറ്റണ്ടെന്ന് വിചാരിച്ചു. ഈവനിങ് ആയപ്പോഴത്തേക്കും വണ്ടി തിരിച്ച് കിട്ടിയല്ലോ. അപ്പോഴത്തേക്കും പിന്നെ നമ്മളെന്തായാലും പ്ലാൻ മാറ്റി വെക്കണ്ട, ഇപ്പം തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശീൻ്റെയും കേശുവിൻ്റെ ബർത്ത്ഡേയും അടുക്കാറായി. സോ ഇപ്പോഴെങ്കിലും പോയി ഗിഫ്റ്റ് എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തിരക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആകെ കളാവും. അങ്ങനെ നമ്മളിത് സ്റ്റുഡിയോയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാശിക്കും കേശുവിനും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ അമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഇവിടെ തന്നെ അങ്ങ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ കാശിക്കും കേശുവിനും വേണ്ടി സെലക്ട് ചെയ്ത ഡ്രസ്സ്. ആദ്യം ഞാനൊരു റെഡും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളൊരു ഷർട്ട് ഞാൻ സെലക്ട് ചെയ്തായിരുന്നു. അത് ഇച്ചിരി സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷേ അതിന് നമുക്ക് മാച്ച് ആവുന്നുള്ള പാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഏജ് ഗ്രൂപ്പിന്. അങ്ങനെ ഫൈനലി ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് എന്നോട് ചോദിച്ചു നോക്കാം. നോക്ക്, നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ സെയിം നമ്മൾ വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ എടുക്കാം. വാമിക്കുട്ടി അതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നടക്കുക കേട്ടോ. വാമി എടുത്ത ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വാമി എടുത്ത ആ ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. സംഭവം കൊള്ളാം, അടിപൊളി സെലക്ഷൻ ആയിരുന്നു. പക്ഷെ പറ്റിയ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇതിടുന്ന സമയത്ത് ഇതിനകത്ത് ടാഗ് ഉണ്ടായിരുന്നു. അത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇട്ടപ്പോൾ ആളുടെ ദേഹത്തുനിന്ന് ചെറുതായിട്ട് കൊണ്ടു. അപ്പം പുള്ളിക്കാരി വിചാരിച്ചാൽ ഡ്രസ്സിൻ്റെ എന്തോ കൊണ്ടു കയറുന്നതെന്ന് വെച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് അപ്പം തന്നെ വലിച്ചൊരു കളഞ്ഞിട്ട് ആൾ ഇറങ്ങി പോരുന്നു കേട്ടോ. ഞാൻ ആകുന്ന പറഞ്ഞു അത് അങ്ങനല്ല, ഡ്രസ്സിൻ്റെ ടാഗ് ആണെന്നത്. പക്ഷെ പുള്ളിക്കാരിയുടെ അടുത്ത് ഒന്നും നടക്കത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള കുറേ ഭംഗിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊണ്ടു കയറില്ല എന്നൊക്കെ പറഞ്ഞ് ആളെ പ്രതി കൺവിൻസ് ചെയ്യാൻ ഓവറായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ പുള്ളിക്കാരിക്ക് എന്നോടുള്ള ഒരു വിശ്വാസം അങ്ങ് പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ഭംഗിയുള്ള ഡ്രസ്സ് കൊണ്ടു കയറുന്നൊന്നും നോക്കാതെ ഇടയ്ക്ക് ആൾക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് പക്ഷേ കൊണ്ടു കയറാത്ത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടം കേട്ടോ. ഇനിയും താഴെ നിർത്തിയാൽ ഇവിടുന്ന് കുറേ സാധനങ്ങൾ പറക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏട്ടൻ കുറേ നേരം വാമി എടുത്തോണ്ടൊക്കെ നിന്നു കേട്ടോ. പക്ഷേ ഏറ്റില്ല, അവള് കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഊരിങ്ങ് പോയിരുന്നു. ഇപ്പം എന്തോ കണ്ടിട്ടുണ്ട്, ലിബാമാന്ന് തോന്നുന്നു കേട്ടോ ആള്. ഇവിടുന്ന് തന്നെ അതേ ലിബാം ആൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ വേറെ എന്തോ സാധനത്തിലേക്കൊക്കെ കണ്ടു പോകുന്നുണ്ട്. മറ്റേ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇത് വേണോ, ഇത് വേണോ? ഇപ്പോഴല്ല. ഓ, അതാ ആ വാങ്ങിച്ച പുതിയ ക്ലിപ്പ് കുത്താൻ വേണ്ടിയിട്ട് ആള് കെട്ടി വെച്ചിരുന്ന മുടിയൊക്കെ അഴിച്ചു കളഞ്ഞു കേട്ടോ. കെട്ടിക്കൊടുക്കാം, ഒരു മീറ്റർ തന്നാൽ മതി. ഞങ്ങളിതേ പുതിയ ക്ലിപ്പൊക്കെ വെച്ച് മുടിയൊക്കെ കെട്ടി കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോയിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങി കേട്ടോ. ഇനി നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്.
സോ അങ്ങനെ നമ്മളിത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് വാമിക്കുട്ടി ഈ കാറിലിരുത്താം. അവളവിടെ അടങ്ങി ഇരുന്നോളും കുറച്ച് നേരത്തേക്കെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അത് ജസ്റ്റ് അകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു നല്ല കുട്ടി ഇമേജ് കാണിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മാമിയുടെ സ്വഭാവം ഫുള്ള് മാറും. ഇങ്ങനൊന്നും ആയിരിക്കില്ല. ഇംഗ്ലീഷിൽ ആന കരിമ്പും കാട്ടി കയറുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക, ഒരു സോപ്പിടൽ ഇരുത്തം മാത്രമാണിത്. വന്ന് കയറിയപ്പോൾ എൻട്രൻസിൽ തന്നെ കുട്ടികൾക്കുള്ള കുറേ മാഗസീൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് ഒരു കളിക്കുടിക്കുകയും പൊക്കിയെടുത്തോണ്ട് പോയിട്ടുണ്ട് ആള്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ അത് നോക്കിക്കൊണ്ട് അവിടെ അടങ്ങിയിരിക്കുന്നു. വെറുതെ ആണ്, കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും. അത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആളുടെ കളത്തട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കളർ ചെയ്യാം, കളിക്കാം, കഥ വായിക്കാം, കുറേ ഉണ്ട്. ഓക്കെ, കളറൊക്കെ ആക്കണം. അത് പാട്ടല്ല, അത് ആനച്ചാരുടെ പാൻസിനും ഷർട്ടിനും ഇഷ്ടമുള്ള നിറം കൊടുത്തോളൂ. ഈ ആനയുടെ ഷർട്ടിനും പാൻറ്റിനും നിറം കൊടുക്കാൻ പറഞ്ഞേക്കുവാ. അത് വീട്ടിൽ പോയി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് മീനും കൂടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മീൻകാരൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം മീനില്ലാണ്ട് പുള്ളിക്കാരന് ഫുഡ് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. അങ്ങനെ കുറച്ച് മീനും വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് അല്ലറച്ചിലുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. കുറച്ചധികം നേരം ആയപ്പോഴത്തേക്കും പുറത്തു പോയി വെയിറ്റ് ചെയ്യാൻ കാല് വേദനിക്കുന്നു പറഞ്ഞ് അമ്മ സ്കൂട്ടായി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി വന്നതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മ എങ്ങോട്ടോ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഗൈസ്. രാവിലെ മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് എല്ലാം വാങ്ങിച്ച് നേരത്തെ വീട്ടിൽ കയറണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എന്താ ചെയ്യുക, വണ്ടി നല്ല അടിപൊളി ഒരു പണിയൊന്നു. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിയായി, എല്ലാം വിചാരിച്ചതൊക്കെ തന്നെ നടന്നു. പക്ഷേ കുറച്ച് ലേറ്റായി, കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, വണ്ടിക്ക് എന്തൊക്കെയോ കാര്യമായ കുഴപ്പങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസിന് കയറ്റണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ ശരിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസിന് ഉടനെ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.